Hi students, SLC IT model questions നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിൽ പൈത്തൺ ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങളാണ് ഇന്നിവിടെ ചെയ്തു കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണിത്. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പ്രോഗ്രാം. ആ പ്രോഗ്രാം നമ്മൾ പ്രവർത്തിപ്പിച്ചാൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൈത്തൺ ഓപ്പൺ ചെയ്തിട്ട് ഇത് കൃത്യമായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് അവിടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, ഈ ഒരു ബോർഡറിൻ്റെ കളറ് ഇവിടെ പെർപ്പിളാണ്, ഇവിടെ അത് ബ്ലാക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫില്ലായിട്ടുള്ള കളർ റോസാണ്, അതേസമയത്ത് ഈ ഔട്ട്പുട്ട് 2-ൽ യെല്ലോ ആണ്. അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാമിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് പെർപ്പിൾ, പിങ്ക് എന്നുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പെർപ്പിൾ എന്നുള്ളിടത്ത് ബ്ലാക്ക് എന്നുള്ളതാക്കി മാറ്റുക, അതേപോലെ തന്നെ പിങ്ക് എന്നുള്ളിടത്ത് യെല്ലോ എന്നുള്ളതാക്കി മാറ്റുക. എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പൈത്തൺ പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം. അതിനായി ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഷെല്ലാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു പുതിയ ഫയൽ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫയലിൽ ഈ തന്നിരിക്കുന്ന പ്രോഗ്രാം അതേപോലെ തെറ്റൊന്നും വരുത്താതെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട്, ഇപ്പോൾ ഇവിടെ വരെ ടൈപ്പ് ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കോളൻ പ്രസ് ചെയ്യണം. നമ്മളവിടെ ഒരു കോളൻ ടൈപ്പ് ചെയ്യണം. കോളൻ ടൈപ്പ് ചെയ്ത് നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ മാർജിനിൽ നിന്ന് ഇത്രയും സ്പേസ് വിട്ടിട്ടാണ് ഇനി അടുത്തത് ടൈപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഫോർ ലൂപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അടുത്തത് ടൈപ്പ് ചെയ്യുക സർക്കിൾ 60 എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ ടൈപ്പ് ചെയ്തു, ലെഫ്റ്റ് 18 വരെ ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ എൻ്റർ പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെയാണ് കേഴ്സർ വരുന്നത്. പക്ഷെ നമുക്ക് ഈ എൻഡ് ഫിൽ എന്നുള്ളത് ഫോർ ലൂപ്പിലല്ല വരേണ്ടത്, പുറത്താണ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ബാക്ക് സ്പേസ് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കേഴ്സർ ഇവിടെ നമ്മുടെ മാർജിന് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ എൻഡ് ഫില്ലെന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നമ്മളിതൊന്ന് സേവ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് നമ്മളോട് സേവ് ചെയ്യാൻ വേണ്ടി പറയുന്നത് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് അത് സേവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ സേവ് ചെയ്യാം. അപ്പോൾ അത് സേവ് ചെയ്യാനായിട്ട് പറയുന്നത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ പാറ്റേൺ 1 എന്ന ഫയൽ നാമമായിട്ട് സേവ് ചെയ്യാനാണ്. അപ്പോൾ ഫയലിൽ സേവ് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഹോം ആണ് ഓപ്പണായി കിടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഹോം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിൽ ഈ സ്ക്രോൾ ബാർ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ exam10 എന്ന ഫോൾഡർ കാണാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളെ രജിസ്റ്റർ നമ്പർ അവിടെ കൊടുക്കുക. അണ്ടർസ്കോർ പ്രസ് ചെയ്തു, പാറ്റേൺ 1. അപ്പോൾ 1 അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്താണോ ഗ്രൂപ്പ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ ഗ്രൂപ്പ് 3 ആണെങ്കിൽ ഗ്രൂപ്പ് 3 എന്ന് കൊടുത്തിട്ട് സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന പെർപ്പിൾ എന്നുള്ള കളറിൻ്റെ അവിടെ ആ ബോർഡറിലൊക്കെ ബ്ലാക്ക് കളറാക്കണം. അതേപോലെ ഇവിടെ റോസ് ഫില്ലായിട്ടുള്ളിടത്ത് യെല്ലോ കളറാക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇവിടെ പെർപ്പിൾ എന്നുള്ളിടത്ത് നമ്മൾ ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച പ്രോഗ്രാമിൽ തന്നെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത്. ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്തു. അതേപോലെ തന്നെ പിങ്ക്, ഫില്ല് ചെയ്ത കളറാണ് പിങ്ക്, അവിടെ നമ്മൾ യെല്ലോ എന്ന് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് റൺ ചെയ്ത് നോക്കുന്നു. റണ്ണിൽ റൺ മൊഡ്യൂൾ ഇവിടെ സേവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് 2 കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ആ പ്രോഗ്രാം. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പെർപ്പിൾ എന്നുള്ള ഡോട്ടിൻ്റെ അവിടെ നമുക്ക് ബ്ലാക്ക് ഡോട്ടാണ് ആക്കി മാറ്റേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത് റോസ് കളറാണ്. അപ്പോൾ ഇവിടെ കാണാം കളർ പിങ്ക് എന്നുള്ള, ആ പിങ്ക് എന്നുള്ളിടത്ത് നമുക്ക് എന്താക്കി മാറ്റണം, കളർ യെല്ലോ ആക്കി മാറ്റണം. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഓപ്പൺ ചെയ്തു, ഫയലിൽ ന്യൂ ഫയൽ, ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് അടുത്ത ഫോർ ലൂപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻ്റർ പ്രസ് ചെയ്യുമ്പം കഴ്സർ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അടുത്ത നമ്മൾ ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കമാൻഡും വിശദമാക്കുന്ന ഒരു വീഡിയോ മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം, നിങ്ങൾക്ക് അതിൻ്റെ കമാൻഡ് വേഗം മനസ്സിലാവും. അപ്പം നമ്മളിവിടം വരെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റർ പ്രസ് ചെയ്യുന്നു. നമുക്കിനി കളർ പിങ്കും എൻഡ് ഫില്ലുമാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക, വീണ്ടും ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ കളർ പിങ്ക് എന്ന് കൊടുക്കുന്നത്. കളർ പിങ്ക് എന്ന് കൊടുത്തു, നമ്മൾ എൻഡ് ഫില്ലെന്നും കൂടി കൊടുക്കുക. ഓക്കെ, ഇത് നമുക്കൊന്ന് സേവ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞതുപോലെ തന്നെ exam 10 എന്ന ഫോൾഡർ സേവ് ചെയ്യുന്നു. ഫയലിൽ സേവ് ആസ് എന്ന് കൊടുക്കുകയാണ്. ഹോമിലാണുള്ളത്. നമ്മൾ ഈ സ്ക്രോൾ ബാർ ഒന്ന് മൂവ് ചെയ്തിട്ട് exam 10 ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, അണ്ടർസ്കോർ. ഇവിടെ തന്നിട്ടുള്ളത് പാറ്റേൺ 2 ആണ്. പാറ്റേൺ 2 എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഏതാണ് ഗ്രൂപ്പ് എന്നായിരിക്കും ചോദിക്കുക, ഏത് ക്വസ്റ്റ്യൻ ആണെന്നാണ് ചോദിക്കുക, ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ കൊടുക്കുക. ഇവിടെ പറഞ്ഞതുപോലെ പാറ്റേൺ 2 എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഈ കളറിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ചെയ്യേണ്ടത് ഈ പിങ്ക് കളർ ഫില്ല് ചെയ്തെടുത്ത് യെല്ലോ ആക്കി മാറ്റണം. അതേപോലെ ഈ ഡോട്ട് എന്നുള്ളിടത്ത് ബ്ലാക്ക്, പെർപ്പിൾ ഡോട്ട് ഉള്ളിടത്ത് ബ്ലാക്ക് ആക്കി മാറ്റണം. അപ്പോൾ ആ ചേഞ്ചസ് നമുക്ക് പ്രോഗ്രാമിൽ വരുത്താം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കളർ പെർപ്പിൾ എന്നുള്ളിടത്ത് ഞാൻ പറഞ്ഞു ഔട്ട്പുട്ട് 2ൽ ബ്ലാക്ക് ആണ്. നമ്മൾ ആ പെർപ്പിൾ എന്നുള്ളത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ ബ്ലാക്ക് എന്നാക്കി മാറ്റുക. ഇനി അടുത്തത് ഇവിടെ യെല്ലോ എന്നുള്ളിടത്ത്, ഈ യെല്ലോ വരേണ്ടടുത്ത് ഇവിടെയുള്ളത് പിങ്ക് ആണ്. അപ്പോൾ കളർ പിങ്ക് എന്നുള്ളിടത്ത് നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ട് യെല്ലോ എന്നാക്കി മാറ്റുക. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പം നമുക്ക് ഔട്ട്പുട്ട് 2 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പൈത്തണിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഗ്രാം. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളിത് എന്ത് ചെയ്യണം, ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വേണ്ട, ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് ഔട്ട്പുട്ട് 2 ആക്കി മാറ്റണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൈത്തൺ ഓപ്പൺ ചെയ്യുന്നു, ഫയലിൽ ന്യൂ ഫയൽ. ഈ പ്രോഗ്രാം കൃത്യമായിട്ട് നമ്മൾ ഇങ്ങോട്ട് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വരെ നമ്മൾ ടൈപ്പ് ചെയ്തു. നമ്മൾ ബാക്ക് സ്പേസ് പ്രസ് ചെയ്തിട്ട് എൻഡ് ഫില്ലിന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമുക്കിത് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സ്ക്രോൾ ബാർ ഒന്ന് മൂവ് ചെയ്യുക. exam 10 ഓപ്പൺ ചെയ്യുന്നു. പാറ്റേൺ 3 എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യാൻ പറയുന്നത്. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ പാറ്റേൺ 3 എന്ന് നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സേവ് ചെയ്യാം. പാറ്റേൺ 3 എന്ന് കൊടുത്തു, സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. ഓക്കെ, ഈ ഒരു ഔട്ട്പുട്ട് 1 ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ പെർപ്പിൾ കളർ വരുന്നിടത്തൊക്കെ ഇനി നമുക്ക് ബ്ലാക്ക് കളറാണ് വേണ്ടത്. അതേപോലെ തന്നെ പിങ്ക് കളർ വരുന്നിടത്തൊക്കെ യെല്ലോ ആണ് വരേണ്ടത്. അപ്പോൾ ആ വേണ്ട മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ഇവിടെ പെർപ്പിൾ എന്നുള്ളിടത്ത് നമ്മൾ ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. അതേപോലെ തന്നെ പിങ്ക് എന്നുള്ളിടത്ത് നമ്മൾ യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മളതിൻ്റെതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. ഓക്കെ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് 2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.